ഇന്ന് ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യാൻ പോയേക്കുമായിരുന്നു. അതായത് എൻ്റെ ഔട്ട്ഫിറ്റ്സ് ഫസ്റ്റ് ഞാൻ ഡിസൈഡ് ചെയ്തത് പ്രീ വെഡിങ്ങിനുള്ള ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ബട്ട് അവിടെ ചെന്നപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡാൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ആവില്ല എന്നൊന്നും മനസ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ 6 to 7 ഔട്ട്ഫിറ്റ് ട്രയൽ ചെയ്തു. ഓൾറെഡി ഞാൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫങ്ഷൻസിനുള്ള ഡ്രസ്സെല്ലാം. ഇത് റെൻ്റൽ ഷോറൂമാണ്, കൊച്ചിയിലാണ് ഈ ഷോറൂം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെയൊക്കെ ഫിഷ് കട്ട് മോഡൽ തന്നെയാണ് എൻ്റെ വെഡ്ഡിങ് ഗൗൺ വരുന്നത് കൊണ്ടും ഞാനതെടുത്തില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ അബിയുടെ ബ്ലൂ ആയിട്ട് ചേരുന്നു കണ്ടപ്പോൾ ഞാൻ ഇത് ഫൈനലൈസ് ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേ എൻ്റെ ബിത്രോദലിൻ്റെ ഔട്ട്ഫിറ്റ് ട്രയൽ ചെയ്യാൻ പോയി. എല്ലാം പക്കയായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു 20K ബിലോ ആണ് ലെഹങ്കയ്ക്ക് വരുന്നത്. ജ്വല്ലറി ഒരു 10K റേഞ്ചിലുണ്ട്. കുറച്ചധികം ജ്വല്ലറീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ആയിട്ട്. അത് റെൻ്റ് ഔട്ട് ചെയ്തതാണ്. പിന്നെ എൻ്റെ കസിൻസിനുള്ള മുണ്ടും ചുപ്പിയും. ഇവനൊന്നും മുണ്ടെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ ഞാൻ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിച്ചു. ഇത് നമ്മുടെ തോമിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ നമ്മൾ ജയലക്ഷ്മി എന്നാണ് പർച്ചേസ് ചെയ്തത്. നല്ല കളക്ഷൻസ് ഉണ്ട്, അഫോർഡബിൾ ആണ് എനിക്ക് തോന്നിയത്. ചേട്ടനെയും ജയലക്ഷ്മി എന്നാണ് എടുത്തത്. അത് കഴിഞ്ഞ് സമയമില്ലാത്ത സമയത്ത്, അതായത് കട അടയ്ക്കുന്ന സമയത്ത് പോയി നമ്മൾ സൂട്ടും കൂടെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.